ഗോവിന്ദച്ചാമി ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഇയാളെ വിയൂരിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സുരക്ഷയോടുകൂടി ഇയാളെ പാർപ്പിക്കാനായി വിയൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. MS ലിഷോയ് വിവരങ്ങൾ വേണ്ട. ലിഷോയ്, കനത്ത സുരക്ഷ, ഏകാന്തവാസം, ആയുധധാരിയായ പാറാവുകാരനൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായും അതിസുരക്ഷാ ജയിലിൽ ഗോവിന്ദച്ചാമിക്ക് ഇനിയിപ്പോൾ കണ്ണൂരിൽ കഴിഞ്ഞതുപോലെ ആയിരിക്കില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ജയിലാണ് തൃശ്ശൂർ വിയൂരിലെ അതിസുരക്ഷാ ജയില്. അവിടേക്ക് ആളുകൾക്കുള്ള പ്രവേശനം പോലും കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അവിടേക്കുള്ള വഴിയാണ്. അതായത് ഈ പ്രധാന കവാടം കഴിഞ്ഞ് വിയൂർ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ വിയൂർ അതിസുരക്ഷാ ജയിലിനും മുമ്പായ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഒരാൾ കടക്കണമെങ്കിൽ പോലും അവിടേക്ക് അത് അത്രത്തോളം സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒരു അനുമതിയോട് കൂടിയൊക്കെ തന്നെ വേണം. അതിനോടൊപ്പം തന്നെ ഈ അതിസുരക്ഷാ ജയിലിലെ ഈ ഒരു അവിടുത്തെ സജ്ജീകരണങ്ങൾ, അത് അവിടുത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഏകാന്ത തടവാണ് ഈ ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കേണ്ടി വരിക. നേരത്തെ ഒരു സഹതടവുകാരനുണ്ടായിരുന്നു, അയാൾക്കൊപ്പമാണ് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്നത്, ഒരു സെല്ലിൽ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ഏകാന്ത തടവായിരിക്കും. അതുപോലെ തന്നെ ഈ ഗോവിന്ദച്ചാമി കഴിയുന്ന ഈ സെല്ലിൽ അതിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. അത് സദാസമയവും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ഇനിയുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കും. ആകെയുള്ള 192 സെല്ലുകളാണ് ഈ അതിസുരക്ഷാ ജയിലിലുള്ളത്. അതിൽ 60 എണ്ണവും ഏകാന്ത സെല്ലുകളാണ്. 20 എണ്ണമാണ് 2 ആളെ പാർപ്പിക്കുന്ന സെല്ലുകൾ ഉള്ളത്. 3 ആളെ പാർപ്പിക്കുന്ന 66 സെല്ലുകൾ. അങ്ങനെ വിവിധ തരത്തിലുള്ള സെല്ലുകളാണ് ഇവിടെയുള്ളത്. 4.2 മീറ്ററാണ് ഒരു സെല്ലിന്റെ ഉയരം എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ ഫാനും CCTV ക്യാമറയും ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഈ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു സെല്ലിന്റെ ഒരു പ്രത്യേകത. ഭക്ഷണമൊക്കെ തന്നെ കൃത്യമായ സെല്ലിലേക്ക് തന്നെ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതല്ലാതെ യാതൊരു വിധത്തിലും ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇനി ഗോവിന്ദച്ചാമിക്ക് കഴിയില്ല എന്നുള്ളതാണ് വിയൂർ അതിസുരക്ഷാ ജയിലിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടാതെ 3 ഘട്ടത്തിലുള്ള സെക്യൂരിറ്റി ചുമതലകൾ, അതായത് 3 ഘട്ടത്തിലുള്ള മതിലുകൾ കടന്നു വേണം പ്രധാന മതിലിലേക്ക് എത്താൻ. ആ പ്രധാന മതിലിന്റെ ഉയരം തന്നെ അത് മറ്റ് ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ഉയരമുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്ങും ഇവിടെ ഉണ്ട്. അങ്ങനെ വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ. ഈ കൂടാതെ ഇതൊക്കെ കടന്ന് പുറത്തേക്ക് എത്തുകയാണെങ്കിൽ തന്നെ 4 വാച്ച് ടവറുകളുണ്ട്. ഈ 4 വാച്ച് ടവറുകളിലും ആയുധധാരികളായ ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി, ഈ നിരീക്ഷണങ്ങളുടെ ഭാഗമായി ഒക്കെ തന്നെയുണ്ട്. അവരെ എല്ലാം തന്നെ മറികടക്കുക എന്നുള്ളത് ഒരു തടവുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. കനത്ത സുരക്ഷയിലാണ് ഇനി ഈ കൊടും കുറ്റവാളിയെ ഇവിടെ പാർപ്പിക്കുക.